പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ സാമൂഹ്യ വിമർശനം, രാഷ്ട്രീയ വിമർശനം മാത്രം മതിയോ? ചില എൻ്റർടൈൻമെൻറ്റ് വീഡിയോകൾ നിങ്ങൾ ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്തുകൂടെ, എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ ചെയ്തുകൂടെ എന്ന്. ഞാൻ അത് മറ്റൊരു ചാനലായി ചെയ്യണം എന്ന് വിചാരിച്ച് കുറേ കാലമായി ഇരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇനി മറ്റൊരു ചാനൽ വേണ്ട, എൻ്റെ ജോസ് തോമസ് റിയാക്സ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ തന്നെ ഞാൻ ചില എൻ്റർടൈൻമെൻറ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈറ്റിലോട് കൂടിയായിരിക്കും കാണുക. സാമൂഹ്യ വിമർശനവും രാഷ്ട്രീയ വിമർശനവും ഇഷ്ടപ്പെടുന്നവർ ഇത് സ്കിപ്പ് ചെയ്ത് അത്തരം വീഡിയോകൾ വരുമ്പോൾ കാണുക. എന്നാൽ എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ഒരു ടൈറ്റിൽ കാണുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുക. ഞാനിപ്പോൾ ആദ്യമായി ഒരു ഷോർട്ട് സിനിമ അപ്ലോഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ടീസറാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ജലദോഷത്തിന്റെ ആണോ? ഇത് ജലദോഷത്തിന്റെ ഒന്നും അല്ല, നിന്റെ മകനെ പിടിച്ചു നിർത്തി ആരോ തന്തയ്ക്ക് വിളിക്കുന്നതിന്റെയാ. ഇമാതിരി ചൊറിയനെ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ എന്റെ വായിൽ ഒന്ന് നിർത്തോ. അല്ലെങ്കിൽ വേണ്ട, അവളിപ്പൊ അങ്ങനെ അവനെ കാണണ്ട. അവൻ കൊറേ നേരെ കഥകടച്ചകത്തിരിക്കുന്നു, ഉറങ്ങിക്കാണും. എന്തോന്നാ നിങ്ങളിങ്ങനെ കുന്നമൊഴിയോ വലക്കുന്നേ? പിന്നെ ഞാൻ ഉണ്ട വിഴുങ്ങാം. ഉണ്ട. നീ ഒരു കാര്യം ചെയ്യും, ആ രേഷ്മേനെ മഞ്ജുനെ ഹണീനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് നടുക്കിരുന്ന് സംസാരിക്കും. ഒരു പ്രവാസി മലയാളിയുടെ ഒരു പ്രയത്നമാണ് ഈ ഷോർട്ട് ഫിലിം. പ്രവാസിയാണെങ്കിലും കേരളത്തിലെ യുവത്വത്തെക്കുറിച്ചും കേരളത്തിലെ ജനജീവിതത്തെക്കുറിച്ചും സാമൂഹിക അവസ്ഥയെക്കുറിച്ചുമൊക്കെ വളരെ ടെൻഷനുള്ള, വളരെ ദുഃഖിതനായൊരു മനുഷ്യനാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ അവസ്ഥ പലപ്പോഴും അദ്ദേഹം എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു ഷോർട്ട് ഫിലിം, ഒരു ഷോർട്ട് മൂവി എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുകയാണ്. അത് ജൂലൈ 20 നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഈ ചാനലിലൂടെ. അത് ജോസ് തോമസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന പേരിലായിരിക്കും ആ ചാനൽ കാണുക. അങ്ങനെ വരുമ്പോൾ അത് ചിന്തിക്കുക, സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളുമായിരിക്കും. അതിനോട് താല്പര്യമുള്ളവർ തീർച്ചയായും അപ്പോൾ തന്നെ കാണുക. ടീസർ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. സിനിമയ്ക്കായി വെയിറ്റ് ചെയ്യുക. തന്തയ്ക്ക് വിളി അവസാനിക്കുന്നില്ലല്ലോ. നല്ല മക്കളുണ്ടായില്ലെങ്കിൽ തന്തമാര് തുമ്മി തുമ്മി ചാവും. അപ്പനോട് നല്ല ദേഷ്യമുണ്ടല്ലേ? അതെ, പെർഫോമൻസ് കണ്ടപ്പോ മനസ്സിലായി. അന്തക്കിട്ടൊരു പണി കൊടുക്കാന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഇത് തരുന്നേ. ഇതുപോലൊരു തന്തയുടെ മകനായി ജനിച്ചു തന്നെയാടാ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ. അപ്പൊ ഞാനാരുടെ മകന്? ഒരു പരിധി കൂടുതലൊന്നും എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അവസാനം ഞാൻ തേച്ചിട്ട് പോയെന്ന് പറയരുത്. അല്ലേലും മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല. ഒന്നുമില്ലേ?